നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിലും ആ പതിവ് തെറ്റിച്ചില്ല. ഇ.പി. ജയരാജൻ വീണ്ടും പാർട്ടിക്കിട്ട്, എന്തിനേറെ പറയുന്നു പിണറായിക്കിട്ട് രണ്ട് പൊട്ടിച്ചു. ഈ ബോംബ് പൊട്ടിയതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തവണയും തോൽവി അറിയേണ്ടി വരുമോ എന്നുള്ള ഭയം അത് CPM-നെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സർക്കാരിനെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ ഇടതുമുന്നണിക്ക് നിരവധി വിഷയങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതിൽ പ്രബലമായ ഒരു കാരണം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇന്നത്തെ പോലെ തന്നെ ഇ.പി. ജയരാജൻ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത്. അതിൽ ഒരു തരത്തിൽ പിടിച്ചുകയറി ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇ.പി.യെ ഒഴിവാക്കി ഒതുക്കി വീട്ടിലിരുത്തുന്ന സമയത്താണ് വോട്ടെടുപ്പ് ദിവസം തന്നെ രാവിലെ ഇ.പി.യുടെ വക മറ്റൊരു വെടിക്കെട്ട് കൂടി. ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് BJP നേതാവ് പ്രകാശ് ജാവേദ്കറിനെ കണ്ടിരുന്നു എന്നായിരുന്നു വോട്ടെടുപ്പ് ദിനം ഇ.പി. തുറന്നു പറഞ്ഞത്. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. പിന്നാലെ ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനവും അതിന് പിന്നാലെ ഇ.പി. ജയരാജൻ BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകളുമൊക്കെ ഇടതുമുന്നണിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിലായിരുന്നു ആ സന്ദർശനം നടത്തിയത്. ദല്ലാൽ നന്ദകുമാറും ആ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ഇ.പി. പറഞ്ഞു. അത് വലിയ വിവാദമായി എന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായി വലിയ ഉലച്ചിലുകൾക്കും കാരണമായി. ഇ.പി.യുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയൊരു പ്രശ്നമായി, വലിയൊരു വിലങ്ങുതടിയായി ഈ വിഷയം മാറിയിരുന്നു. വീണുകിട്ടിയൊരു അവസരത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ UDF-ഉം നന്നായി ശ്രമിച്ചു. അതിൻ്റെ പ്രതിഫലനം തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് വിജയം. 18 സീറ്റും നേടിയെടുക്കാൻ അങ്ങനെ UDF-ന് സാധിച്ചത് ഇതിലൂടെ തന്നെയാണെന്നാണ് കരുതുന്നത്. മറുഭാഗത്ത് BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതും ഇതിന്റെ പ്രതിഫലനമായിരിക്കുമെന്ന സൂചനകൾ ഉയർന്നു കേട്ടിരുന്നു. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഇ.പി. വീണ്ടും സമാനമായ രീതിയിൽ വിവാദങ്ങളുടെ തോഴനായി മാറുന്നു. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള പോളിംഗ് ദിനം, ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ചേലക്കരയും വയനാടും വിധിയെഴുതുമ്പോൾ തന്നെ ഇ.പി.യുടെ ആത്മകഥയുടെ രൂപത്തിൽ രണ്ടാമത്തെ വെടിക്കെട്ട്. പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഇതിൽ ഉന്നയിക്കുന്നുവെന്നാണ് പുസ്തകത്തിലൂടെ ചില സൂചനകൾ നൽകുന്നത്. അങ്ങനെ വ്യക്തമാക്കുന്ന ചില ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ രാവിലെ തന്നെ പുറത്തു വന്നു. പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ തന്നെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് അവിടേക്ക് എത്തിയിരുന്നത്. പാലക്കാട്ടെ P. സരിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ അമർഷം CPM-നുള്ളിൽ പുകയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിലെ അതൃപ്തി പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി വാതായനം ചെയ്തു ഇ.പി. ജയരാജൻ. അവസരവാദി എന്നാണ് സരിനെ ഇ.പി. ജയരാജൻ പോലും വിശേഷിപ്പിച്ചതായി ആ പുസ്തകത്തിനെ ചൂണ്ടിക്കാട്ടി പറയുന്നത്. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പോലും തന്നെ മാറ്റിയതായും പുസ്തകത്തിലൂടെ ഇ.പി. പരാമർശിക്കുന്നു. പ്രകാശ് ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചയാക്കിയതിന് പിന്നിൽ തികഞ്ഞ ഗൂഢാലോചനയുണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയതെന്നും പക്ഷേ VS അച്യുതാനന്ദൻ തനിക്കെതിരെ ആയുധമാക്കി പ്രവർത്തിച്ചുവെന്നും ഇ.പി. കുറ്റപ്പെടുത്തുന്നു. ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി LDF-ന് ദോഷമുണ്ടാക്കുമെന്നാണ് പുസ്തകത്തിലൂടെ ഇ.പി. ജയരാജൻ പറയുന്നത്. ചേലക്കരയിൽ LDF-ന് തോൽവി അറിയാൻ, തോൽവിയുടെ വക്കിലേക്ക് കടക്കാൻ ഇ.പി. തുറന്നുവിട്ട ഈ ഭൂതം കാരണമാകുമോ എന്നാണ് സംശയിക്കുന്നത്. എന്തായിരുന്നാലും ഇത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഇ.പി. ജയരാജൻ പുറത്തു വരുന്നു. താനൊന്നും അറിഞ്ഞിട്ടില്ല, ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയുള്ള വാർത്ത പുറത്തു വന്നത് അത് UDF-മായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കൃത്യമായ ഗൂഢാലോചനയാണെന്നും ഇതിന്റെ പ്രസാധകർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഇന്ന് 10 മണിക്ക് തന്നെ പുസ്തകം വിറ്റഴിക്കുമെന്ന് പ്രസാധകരായിട്ടുള്ള DC ബുക്സ് പറഞ്ഞതായിട്ടുള്ള അറിയിപ്പായിരുന്നു നേരത്തെ കിട്ടിയത്. പക്ഷേ ഇ.പി. മലക്കം പറഞ്ഞതോടെ ആത്മകഥ ഇന്ന് പ്രകാശനം നടത്തുമെന്ന് പറഞ്ഞ DC തൊട്ടു പിന്നാലെ പുസ്തകത്തിന്റെ ഉള്ളടക്കവുമായി പുറത്തു വന്ന കാര്യങ്ങൾ നിഷേധിക്കാതെ തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തൊട്ടു പിന്നാലെ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വലിയ പ്രതിരോധം ഏർപ്പെടുത്തിയ ഇ.പി. ജയരാജനെ എങ്ങനെ മെരിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് നിലവിൽ CPM. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ വക മറുപടിയും. ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നതാണ് പാർട്ടിക്ക് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നത്. ഈ വിവാദം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുന്നു. ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ്. വളരെ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം ഇക്കാര്യത്തോട് പ്രതികരിച്ചത്. തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ജയരാജൻ പറഞ്ഞെങ്കിൽ അത് അദ്ദേഹം തന്നെ പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതിൽ പാർട്ടിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അതനുസരിച്ചുകൊണ്ടായിരിക്കും പാർട്ടി പ്രവർത്തിക്കുക. പുസ്തകം എഴുതിയിട്ടില്ല എന്ന് ജയരാജൻ പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൽ കൂടുതൽ ചോദ്യത്തിന്റെ പ്രസക്തി എന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത്. പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു വാർത്ത അത് സൃഷ്ടിച്ച് പാർട്ടിക്ക് മേൽ കെട്ടിവെക്കാനുള്ളൊരു ശ്രമം മാധ്യമങ്ങൾ നടത്തിയെന്നാണ് M.V. ഗോവിന്ദന്റെ പ്രസ്താവനയും. എന്തായിരുന്നാലും ഇതിൻ്റെ വ്യക്തമായൊരു സൂചന, ധാരണ അത് നിലവിൽ
നേതാക്കൾക്കൊക്കെ തന്നെ മനസ്സിലായി കാണും, ജനങ്ങളും അത് മനസ്സിലാക്കി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലിപ്പോൾ പാലക്കാടും വയനാടും CPM-ന് ഒട്ടും തന്നെ സാധ്യതയില്ലാത്ത, ജയിക്കാൻ വലിയ പ്രതീക്ഷയില്ലാത്ത സീറ്റുകളാണ്. പക്ഷേ ചേലക്കര എന്ന് പറയുന്നത് 3 പതിറ്റാണ്ട് കാലമായി സ്ഥാനമുറപ്പിച്ച മേഖല, അത് വിട്ടുകൊടുക്കാൻ ഒരിക്കലും അവർ തയ്യാറല്ല. അവിടെ ജയിച്ച് കയറിയേ കഴിയൂ എന്നുള്ള വാശിയാണ് LDF-നുള്ളത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ബോംബ് കൂടി അവിടെ വന്ന് പൊട്ടുന്നതും. വർഷങ്ങളായി തങ്ങളുടെ കോട്ട കൈവിട്ടു പോകുമെന്ന ഭയം അവരുടെ മുന്നിലുണ്ട്. അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ 2 വസ്തുതകൾ, ഒന്ന് മണ്ഡലം കൈവിട്ടു പോയാൽ, മറ്റൊന്ന് ജയിച്ചു കയറിയാലും ഭൂരിപക്ഷം കുറഞ്ഞാൽ, ഇതിനൊക്കെ കാരണക്കാരൻ മറ്റാരുമല്ല EP ജയരാജൻ തന്നെ ആയിരിക്കും. അങ്ങനെ ചാപ്പ കുത്തുകയും ചെയ്യും. ഇടതുമുന്നണിയെയും CPM-നെയും ദ്രോഹിക്കാൻ വേണ്ടി EP തുനിഞ്ഞിറങ്ങിയെന്നും പ്രതിപക്ഷത്തിൻ്റെയും BJP-യുടെയും കൊട്ടേഷൻ എടുത്തു എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ഇനി ഭാവിയിൽ കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ വലിയ തോതിൽ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയാകുമെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.